നമസ്കാരം. ഒരു ജനാധിപത്യത്തിൻ്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അഭിപ്രായവും വിമർശനവും അനിവാര്യമാണ്. അതിനാൽ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 പറയുന്ന മൗലിക അവകാശം എന്ന നിലയിൽ ഓരോ പൗരൻ്റെയും അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവകാശത്തെ സർക്കാരിനോ മറ്റുള്ളവർക്കോ കവർന്നെടുക്കാനുള്ള അവകാശമില്ല. എന്നാൽ എന്തും പിടിച്ചു പറയാമെന്ന് ധരിക്കേണ്ട, അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതേ ആർട്ടിക്കിളിൽ തന്നെ റീസണബിൾ റെസ്ട്രിക്ഷൻ എന്ന ക്ലോസ് കൂടിയുണ്ട്. അതായത് പറയുന്നത് ഉത്തരവാദിത്വത്തോടെ ആയിരിക്കണം എന്ന്. ദേശത്തിൻ്റെ സുരക്ഷ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അഖണ്ഡത, പൊതുസമാധാനം എന്നിവയ്ക്ക് ബാധിക്കാതെയും വിദ്വേഷം, ഹിംസ, മതവൈരസ്യം, കള്ളപ്രചരണം എന്നിവ ഇല്ലാതെയും നീതിന്യായ കോടതിയെ അപമാനിക്കാതെയും വേണം ഏതൊരാളുടെയും അഭിപ്രായ പ്രകടനം. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന പേരിൽ മറ്റുള്ളവരെ നശിപ്പിക്കാൻ പാടില്ല. ചോദിക്കുക, വിമർശിക്കുക, വിവരം പങ്കുവെക്കുക, അതൊക്കെ ആവാം. അങ്ങനെയുള്ളതിന് ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ നടപടികളെ വിമർശിക്കുന്നത് ഇതിൻ്റെ പരിധിയിൽ വരുന്നില്ലെന്ന് കേരള ഹൈക്കോടതി ഈ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടുകയുണ്ടായി.